ട്രാവൻകൂർ റേഡിയോയിലെ അനൗൺസർമാരായിട്ട് ആദ്യം എത്തിയത് പറവൂർ സിസ്റ്റേഴ്സ്. പറവൂർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പറവൂർ രാധാമണിയും പറവൂർ ശാരദാമണിയുമായിരുന്നു. അവർ വലിയ കർണാടക സംഗീത വിദഗ്ധകളായിരുന്നു. അവർ ഒരുപാട് കച്ചേരികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവരെയാണ് ശബ്ദപരിശോധന നടത്തിയിട്ട് ട്രാവൻകൂർ റേഡിയോയിലെ ആദ്യകാല അനൗൺസേഴ്സാക്കി എടുത്തത്. ഈ പറവൂർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന രാധാമണിയും പറവൂർ രാധാമണിയും പറവൂർ ശാരദാമണിയും നമ്മുടെ ഗായകൻ ജി വേണുഗോപാലിൻ്റെ വല്യമ്മമാരാണ്, അമ്മയമ്മയുടെ ചേച്ചിമാരായിരുന്നു. അതോടൊപ്പം തന്നെ ടി പി രാധാമണിയും സി എസ് രാധാദേവി, ഇങ്ങനെ കുറേ ആളുകളെ ഈ ആദ്യകാലത്ത് ട്രാവൻകൂർ റേഡിയോയുടെ ഭാഗമായിട്ടെടുത്തു. ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികൾ ഈ ട്രാവൻകൂർ റേഡിയോയിൽ അന്ന് പ്രക്ഷേപണം ചെയ്തിരുന്നു. തമിഴ് നാടകങ്ങൾ, തമിഴ് പാട്ടുകൾ, മലയാളം പാട്ടുകൾ, കൂടുതലും ശാസ്ത്രീയ സംഗീത പരിപാടികളാണ് സംഗീതമെന്ന നിലയിൽ പ്രക്ഷേപണം ചെയ്തത്. അതുകൂടാതെ നാടൻ പാട്ടുകൾ, പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ട്രാവൻകൂർ റേഡിയോയിൽ നിന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ തുടങ്ങി. ഈ ഇംഗ്ലീഷിൽ വാർത്തകൾ ആദ്യം വായിച്ചത് ഇന്ദിര പൊതുവാൾ എന്ന് പറയുന്ന ഒരു വാർത്താ അവതാരകയായിരുന്നു. അവർ ഡൽഹിയിൽ നിന്നാണ് ഇവിടെ വന്ന് ട്രാവൻകൂർ റേഡിയോയുടെ ഭാഗമായത്. ഇങ്ങനെ ട്രാവൻകൂർ റേഡിയോ പരിപാടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം മാത്രം ഉണ്ടായിരുന്നത് പിന്നീട് കാലക്രമേണ തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ 5 ദിവസമായി മാറുകയും ട്രാവൻകൂറിൽ എല്ലായിടത്തുമുള്ള, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ട്രാൻസ്മിറ്റർ സ്ഥാപിച്ചത് നമ്മുടെ മൺവിള അല്ലെങ്കിൽ കുളത്തൂരുള്ള 5 കിലോവാട്ട് ട്രാൻസ്മിറ്റർ ആയിരുന്നു. ഈ 5 കിലോവാട്ട് മീഡിയം വേവ് ട്രാൻസ്മിറ്ററിലൂടെ ഉള്ള പരിപാടികൾ ഏതാണ്ട് തിരുവിതാംകൂറിൻ്റെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും കേൾക്കാമായിരുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്നത്തെ അന്തരീക്ഷം അത്തരത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 5 കിലോവാട്ട് ട്രാൻസ്മിറ്റർ നിന്ന സ്ഥലത്ത് ഇന്ന് 70 കിലോവാട്ട് മീഡിയം വേവിൻ്റെ ഒരു ട്രാൻസ്മിറ്ററുണ്ട്. പക്ഷേ ഈ 70 കിലോവാട്ട് മീഡിയം വേവിൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള പരിപാടികൾ ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ റേഡിയൽ ഡിസ്റ്റൻസിൽ കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ 150 കിലോമീറ്റർ ദൂരം വരെ കിട്ടേണ്ടതാണ്. അതിൻ്റെ പരിപാടി ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ പോലും കിട്ടുന്നില്ല. മറിച്ച് ഈ 40കളിൽ സ്ഥാപിച്ച 5 കിലോവാട്ട് മീഡിയം വേവ് ട്രാൻസ്മിറ്ററിൻ്റെ പരിപാടി തിരുവിതാംകൂറിൽ മുഴുവൻ കിട്ടുമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അന്ന് അന്തരീക്ഷം വളരെ ശുദ്ധമായിരുന്നു. ശുദ്ധം എന്ന് ഞാൻ പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് അന്തരീക്ഷത്തിൽ നിരവധി റേഡിയോ വേവ്സിൻ്റെ, നമ്മളതിനെ റേഡിയോ സിഗ്നൽ ട്രാഫിക് എന്നാണ് വിളിക്കുക. മൊബൈൽ ടവേഴ്സുണ്ട്, മറ്റു കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളുണ്ട്, ടെലിവിഷനുണ്ട്, വയർലെസ് ഉണ്ട്. ഇങ്ങനെ നിരവധി റേഡിയോ സിഗ്നലുകളുടെ ട്രാഫിക് കൊണ്ട് ബ്ലോക്കാണ് അന്തരീക്ഷം. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ റോഡിലൂടെ പണ്ട് വാഹനങ്ങൾ പോകുന്ന വേഗത്തിൽ ഒരുപക്ഷെ ഇന്ന് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ട്രാഫിക് ജാം ഉള്ളതുപോലെ അത്തരം ട്രാഫിക് ജാം, സിഗ്നലിൻ്റെ ട്രാഫിക് ജാം മൂലം നമ്മുടെ പരിപാടികൾ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുളത്തൂർ ട്രാൻസ്മിറ്ററിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോലും ലഭ്യമാകുന്നില്ല. അന്നങ്ങനെയല്ല. അന്ന് ഇത്തരത്തിലുള്ള റേഡിയോ സിഗ്നലിൻ്റെ അതിപ്രസരം ഇല്ലാതിരുന്നത് മൂലം ഈ ഒരൊറ്റ റേഡിയോ നിലയത്തിൻ്റെ സിഗ്നൽ മാത്രം അന്തരീക്ഷത്തിലൂടെ പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് തിരുവിതാംകൂറിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഇതിൻ്റെ സിഗ്നലുകൾ എത്തുകയും ഇതിൻ്റെ പരിപാടികൾ എത്തുകയും ചെയ്തിരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക രംഗത്തും തിരുവിതാംകൂറിൻ്റെ വികസന പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ നിർണായകമായ പങ്കാണ് ഈ റേഡിയോ നിലയവും ട്രാവൻകൂർ റേഡിയോയും അവിടുത്തെ പരിപാടികളും വഹിച്ചത്. ഇവിടുത്തെ കാർഷിക പുരോഗതിയിൽ, കർഷകർക്ക് ആവശ്യമായ അറിവ് നൽകുന്നതിൽ അതിൽ കാർഷിക പരിപാടികളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സർ CP അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഈ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നു. അത്ര പ്രധാനപ്പെട്ട ഒരു റേഡിയോ നിലയമായിരുന്നു ട്രാവൻകൂർ റേഡിയോ. ഇതിന് പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1950-ൽ ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി എന്ന പേരിൽ ഓൾ ഇന്ത്യ റേഡിയോ ആകുകയും അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥാപനമാകുകയും ചെയ്തപ്പോൾ മറ്റുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള റേഡിയോ നിലയങ്ങളെയൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ട്രാവൻകൂർ റേഡിയോയെയും 1950-ൽ സർക്കാർ ഏറ്റെടുത്തു. 1950 ഏപ്രിൽ 1-നാണ് അതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നത്. 52 ആയപ്പോഴേക്കും ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ നിലയത്തെ
നമ്മുടെ പാളയത്തെ MLA ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള MLA ഹോസ്റ്റലിന് അടുത്തുള്ള ആ പഴയ ബിൽഡിങ്ങിൽ നിന്ന് 1952 ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ പ്രവർത്തിക്കുന്ന, ആകാശവാണി പ്രവർത്തിക്കുന്ന ഭക്തിവിലാസത്തിലേക്ക് വന്നത്. ഭക്തിവിലാസം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വഴുതക്കാട് ഉള്ള ആ കെട്ടിടം സർ CP രാമസ്വാമി അയ്യരുടെ താമസ സ്ഥലമായിരുന്നു. അവിടെയാണ് അത് പ്രവർത്തിക്കുന്നത്. ആ പഴയ കെട്ടിടം ഇപ്പോഴും അതേ രീതിയിൽ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓൾ ഇന്ത്യ റേഡിയോ ആയപ്പോഴും അതിൻ്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമിച്ചത് GPS നായരെയായിരുന്നു. അങ്ങനെ GPS നായരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിപാടികൾ ആരംഭിച്ചത്. അതിന് വലിയ ഒരു സ്റ്റുഡിയോ സംവിധാനവും ഒക്കെ പഴയ കെട്ടിടത്തിൽ തയ്യാറാക്കുകയും അവിടെ നിന്നാണ് ആകാശവാണി പ്രവർത്തനം ആരംഭിക്കുന്നത്.